ചേട്ടൻ അങ്ങനെ വിഷമമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കുഞ്ഞിനെയും കൊന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും അങ്ങ് മരിക്കാവുന്നതാണ്. ഈ നമ്മുടെ കുഞ്ഞിന്റെ മുഖം നോക്കിയാ എനിക്കത് പറയാം, ഞാൻ ഏത് ജോലി വേണേലും ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ മക്കളെ ഞാൻ കെട്ടിയിട്ടാ വളർത്തുന്നത്. എൻ്റെ ഒരാളെ എന്ന് വെച്ചാൽ വലിയ വ്യത്യാസം ഇല്ലല്ലോ. എനിക്ക് കല്യാണം കഴിച്ചാൽ എനിക്ക് നല്ല ഫുഡ് കഴിക്കാമല്ലോ, എനിക്ക് 3 നേരം ഫുഡ് കഴിക്കാം, നമ്മളെ എന്ന് പറഞ്ഞൊന്ന് സ്നേഹിക്കുക, നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരാള്, നല്ല ഡ്രസ്സ് ഇടാം, എനിക്ക് നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങാം എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ ഒരു പായില്ലായിരുന്നു. എൻ്റെ അച്ഛൻ വെള്ളം അടിച്ചതിന് ഒരു കാരണം എൻ്റെ അമ്മയും കൂടെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഭർത്താവിനോട് ആ സ്നേഹം കൊടുത്തില്ല എന്ന് എനിക്ക് തോന്നും. ഒരു 2-3 വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ അച്ഛാമ്മ എന്നെ നോക്കിയത്, എനിക്ക് അമ്മയെന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അച്ഛൻ്റെ അമ്മ. അപ്പം അമ്മയുടെ എനിക്ക് അത്ര സ്നേഹമില്ല. എൻ്റെ അമ്മയെ എനിക്ക് അമ്മമാരിങ്ങനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം, അങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എനിക്ക് സ്നേഹം കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇന്ന് ഞാനൊരു അമ്മ, എനിക്ക് 3 ആമക്കളാണ്. അപ്പം എനിക്ക് കിട്ടാത്ത എല്ലാം എൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്നും പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിട്ടിട്ട് നമ്മളൊക്കെ എപ്പോഴും പറയും അതിനെ എങ്ങനെ തരണം ചെയ്യും, അല്ലെങ്കിൽ നമ്മളങ്ങനെ തരണം ചെയ്തവരുടെ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ഏറ്റവും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു നിമിഷമായിരിക്കും. ആ നിമിഷത്തിലായിരിക്കും ഇവരുടെ വാക്കുകൾ നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ആലപ്പുഴ കായംകുളം സ്വദേശി ബിന്ദു ചേച്ചി. നമസ്കാരം ചേച്ചി. എന്ത് വലിയ ഇൻട്രോയാ ഞാൻ ചേച്ചിക്ക് വേണ്ടി കൊടുത്തത്. ഇപ്പൊ ഉള്ളതാണോ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ വന്നായിരുന്നോ? കണ്ടിട്ടേ ഇല്ല, എനിക്ക് മെസ്സേജിലൂടെയാണ് ഇതെല്ലാം അറിഞ്ഞത്. അപ്പൊ നമ്മളൊന്നും കേട്ടിട്ടില്ല, ഞാനിതുവരെ ഒന്നും ചേച്ചിയുടെ ഇത് അറിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ചേച്ചി എന്നെ വിളിക്കാനുള്ള കാരണം അങ്ങനെ ഞാൻ അയച്ചെന്നില്ലായിരുന്നു, ഞാൻ അയച്ചു തന്നത്. അതാണ് കറക്റ്റ്. അത് നമ്മൾ എന്തായാലും കള്ളം പറയത്തില്ലല്ലോ. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ എന്റെയൊക്കെ വീഡിയോയിൽ ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്നവർ, അത് നമ്മളൊരു കൂടുതലും ഞാൻ സ്ത്രീകളുടെയാ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സ്ത്രീകളെ മാത്രം എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇപ്പം തനിച്ച് നിൽക്കാൻ ഏറ്റവും കരുത്തുള്ളവർ സ്ത്രീകളാണ്. അവർ ഭയങ്കരമായിട്ട് സർവൈവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവർക്കുടെ സ്റ്റോറി സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിക്കുന്നവർക്കൊരു ഭയങ്കര എന്താ പറയുക, ഒരു ആശ്വാസമാണ്. അങ്ങനെ എങ്ങനെയാണ് ബിന്ദു ചേച്ചിയുടെ ജീവിതം വരുന്നത്? എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഞങ്ങൾ 3 മക്കളാണ്. അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മ എന്നെ വളർത്തിയത്. ഈ 3 മക്കളെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ അച്ഛനോട്ട് എന്നും വഴക്കെന്ന് പറഞ്ഞാൽ അച്ഛൻ നല്ല വെള്ളം. അപ്പോൾ എന്നും വന്ന് അമ്മയായിട്ട് വഴക്കിട്ട് ഇടിച്ച് ബഹളം വെച്ച് അമ്മ ഒരു ഇളയ കൊച്ചിനെ എടുത്തോണ്ട് അമ്മയുടെ വീട്ടിലങ്ങ് പോകും. പിന്നെ അതിൻ്റെ പുറേന്ന് 2ാമത്തെ ഒരാണ് അവൻ പോകും, അനിയനും അനിയത്തിയാണ് എനിക്ക്. അപ്പം പിന്നെ ഞാനും എൻ്റെ അച്ഛൻ്റെ അമ്മയും. അപ്പം എനിക്കൊരു 2-3 വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ അച്ഛാമ്മ എന്നെ നോക്കിയത്, എനിക്ക് അമ്മയെന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അച്ഛൻ്റെ അമ്മ. എന്നെ ഒരുപാട് സ്നേഹിച്ച് എൻ്റെ അച്ഛൻ്റെ അമ്മ. അപ്പം അമ്മയുടെ എനിക്ക് അത്ര സ്നേഹമില്ല. എനിക്ക് അമ്മമാരിങ്ങനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം, അങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എനിക്ക് സ്നേഹം കിട്ടാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എൻ്റെ അച്ഛൻ്റെ അമ്മ എന്നെ ഒരുപാട് അമ്മയാണോ അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്നോട് അത്ര സ്നേഹം ഇല്ലെന്നും എനിക്ക് തോന്നിയിട്ടുമുണ്ട്. മറ്റവരോട് 2പേരോടും നല്ല സ്നേഹമായിരിക്കും. അപ്പോൾ അച്ഛൻ എന്നും വന്ന് വെള്ളം അടിച്ച് എനിക്ക് ഡ്രസ്സില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരാനില്ല, എനിക്ക് ഫുഡില്ല, കറക്റ്റായിട്ട് ഫുഡില്ല. അച്ഛാമ്മ പോയി കയറ് വിരിക്കാൻ, നമ്മുടെ ഈ നാട്ടിലൊക്കെ ആ ഭാഗത്തൊക്കെ നല്ല കയറ് വിരിക്കുന്ന, അവിടെ പോയി കയറ് വിരിച്ചിട്ടാണ് എന്നെ വളർത്തുന്നത്. എന്ന് വെച്ചാൽ രാത്രി വെക്കുന്ന ഫുഡ് പിറ്റേന്ന് നേരം വൈകുന്നേരം വരെ നമ്മൾ കഴിക്കേണ്ടത്. ഇതിങ്ങനെ വെച്ചിരിക്കും, അത് ചിലപ്പോൾ കൊള്ളാതാവും, നമ്മൾ കഴിക്കത്തില്ല. അങ്ങനെ ഫുഡ് കഴിക്കാതെ ഞാൻ ഒത്തിരി നാൾ ഇരുന്നിട്ടുണ്ട്. ഫുഡില്ല, നമുക്ക് കഴിക്കാൻ ഫുഡില്ല, നമ്മളെ കുളിപ്പിക്കാൻ ആളില്ല, നമ്മളെ നോക്കാനോ നമ്മുടെ മുടി ഒന്ന് ചീവിക്കെട്ടാനോ. അടുത്ത വീട്ടിലൊക്കെ അമ്മമാർ മുടി മക്കളുടെ ചീവുന്ന നമ്മൾ പോയി നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരും ഇല്ലാത്ത ഒരു രീതിയിൽ നിന്ന് ഞാൻ വളർന്ന്. അമ്മയുടെ കൂടെ പിന്നെ പോവാതിരുന്ന അമ്മയുടെ കൂടെ എനിക്ക് അമ്മയോട് സ്നേഹമില്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് അറിയത്തില്ല, എനിക്ക് അമ്മയോട് അത്ര സ്നേഹമില്ല. എന്നെ അമ്മ വിളിച്ചിട്ടുമില്ല, വാന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നില്ല. അമ്മയുടെ വീട്ടിൽ ഒരുപാട് അവർ ചേട്ടനീരന്മാർ ഒത്തിരി പേരുള്ളത് കൊണ്ട് അമ്മ പോയി നിൽക്കുന്ന അവർക്കും ബുദ്ധിമുട്ടാണ് അവിടെ അന്ന്. പക്ഷെ എന്നാലും അമ്മ കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് അങ്ങ് പോകും. അച്ഛൻ അത്ര നല്ല ആളല്ല. വെള്ളമടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളമടിയാണ്. അമ്മ നന്നായിട്ട് ഇടിക്കുകയും ബഹളം വെക്കുകയും. ഏരിയ എന്ന് വെച്ചാൽ റോഡ് സൈഡിലാണ് നമ്മുടെ വീട്. അപ്പൊ നമ്മുടെ കായംകുളം തന്നെ എൻ്റെ വീട്. എന്നിട്ട് നമുക്ക് ആ ഏരിയയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഈ അച്ഛൻ എന്നും വെള്ളം അടിച്ച് ബഹളം വെക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ പഠിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സ് കൊള്ളത്തില്ല, നമുക്ക് ബുക്കില്ല, പുസ്തകം ഇല്ല, ഒന്നും ഇല്ലാതാണ് നമ്മളാ ക്ലാസ്സിലോട്. അപ്പൊ കൂട്ടുകാർ കുറവാണ്. നമ്മൾ ചെന്നിരുന്നാലും നമ്മളോട് ആ ടീച്ചർ, ഇന്നത്തെ ടീച്ചർമാരല്ലല്ലോ അന്ന്,
നമ്മൾ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ നീ എന്താ കുളിക്കാത്ത അങ്ങനെ ഒന്നും ചോദിക്കുന്നത്. നമ്മൾ രാവിലെ പോകുന്നു, ചിലപ്പോൾ 2, 3, 4 ദിവസമൊക്കെ കുളിക്കാതായിരിക്കും ക്ലാസ്സിൽ ചെല്ലുന്നത്, ആ പുസ്തകം ഒന്നും ഇല്ലാതെ. അന്നേരം പോലും നമ്മളെ തിരക്കാൻ ആളില്ല. അപ്പൊ എൻ്റെ അമ്മയെന്നൊരു വ്യക്തി, അപ്പൊ എനിക്ക് ഈ അമ്മമാരോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ എല്ലാവരും ഇതിനകത്തൊക്കെ പറയല്ലോ അമ്മ അങ്ങനെ ഇങ്ങനെയാന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ അനുഭവം ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അത് വിശ്വസിക്കാനേ പറ്റത്തില്ല. സത്യമുള്ള കാര്യം. പക്ഷെ ഇന്ന് ഞാനൊരു അമ്മ, എനിക്ക് 3 ആമക്കളാണ്. അപ്പൊ എനിക്ക് കിട്ടാത്ത എല്ലാം എൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്നും പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. അങ്ങനെ നമ്മൾ വളർന്ന് ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ കല്യാണം ആലോചിച്ച് അങ്ങനെ എന്നെ ഒരു തമിഴ്നാട്ടുകാരനെ കല്യാണം കഴിച്ചേ. അപ്പൊ കല്യാണം കഴിച്ചെന്ന് പറയുമ്പോ എൻ്റെ അച്ചാമ്മയ്ക്ക് എന്നെ ഒന്ന് കല്യാണം കഴിച്ച, അച്ചാമ്മ മരിച്ചു പോയാൽ എന്നെ ആരും ഇല്ലല്ലോ. 18 വയസ്സ് വരെ അമ്മ നോക്കിയിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല. ഇല്ല, അമ്മ വരും. അമ്മ പിണക്കം കഴിയുമ്പോ തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്നാലും എനിക്ക് അമ്മയോട് അത്ര മിണ്ടാട്ടമൊന്നുമില്ല. അമ്മയുടെ കാര്യം നോക്കും. നമ്മള് അങ്ങനെ ഒരു വീട്ടിലാ താമസിക്കുന്നെങ്കിൽ എനിക്ക് അച്ചാമ്മയോടാ സ്നേഹവും. നമ്മൾ അച്ചാമ്മയോ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നതായാലും അച്ഛാ. പിന്നെ അമ്മയുടെ കാര്യം പറയാന്ന് പറഞ്ഞാൽ അമ്മയെ അച്ഛൻ നോക്കുന്നില്ല. അപ്പം അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം എനിക്ക് മനസ്സിലായിടത്തോളം ഞാൻ അച്ഛനെ കൂട്ടിയിരിക്കുക. അപ്പം ബാക്കി 2 മക്കൾ അമ്മയുടെ കൂട്ടിയിരിക്കുന്നതുകൊണ്ടാ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് അമ്മയോട് സ്നേഹം കുറവായിരുന്നു. തിരിച്ച് എന്നോടും അതുപോലെ തന്നെ അമ്മയ്ക്ക് സ്നേഹം കുറവാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ വെളിയിലുള്ളവരൊന്നും അറിയുന്നില്ല എന്നേ ഉള്ളു. നമ്മുടെ വീട്ടിൽ നടക്കുന്ന നമ്മൾ അച്ചാമ്മയോടെ എനിക്ക് സ്നേഹം. ഇപ്പോഴും അമ്മയും അച്ഛനും ഉണ്ടോ? ഇപ്പോഴും അമ്മയും അച്ഛനും ഉണ്ട്. സംസാരിച്ചിട്ടുണ്ടോ ഇത്? ഇപ്പൊ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ അത്ര വലിയ അടുപ്പമില്ലാത്തതുകൊണ്ട് അവർക്ക് ഇനി എന്ത് അല്ലെ എനിക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് അത്രയും ഇല്ലായിരിക്കും. കല്യാണം എല്ലാം നമ്മൾ അച്ഛനില്ലായിരുന്നു. അച്ഛനാന്നേ ഞാനൊരു 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അങ്ങ് പിണങ്ങിപ്പോയായിരുന്നു. അങ്ങനെ അങ്ങ് പിണങ്ങിപ്പോയി കഴിഞ്ഞിട്ട് എന്നെ കല്യാണം കഴിക്കുന്ന ആളിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേട്ടനോട് പറഞ്ഞത് അച്ഛനില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെ കല്യാണം കഴിച്ചത്. ഇത് ആലോചന ആരാ കൊണ്ടുവന്നത്? അപ്പൊ ബ്രോക്കർ കൊണ്ടുവന്നയാ. 18 വയസ്സ് കഴിഞ്ഞ്. അപ്പം ബ്രോക്കർ ആലോചന കൊണ്ടുവന്നു കഴിഞ്ഞപ്പം അവര് പറഞ്ഞായിരുന്നു തമിഴ്നാട്ടിൽ നല്ല പൈസ ടീമാ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ബ്രോക്കർ കല്യാണ ആലോചന കൊണ്ടുവന്ന്. അപ്പം നമുക്ക് എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് അന്ന് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയും ഫുഡ് കിട്ടിയാൽ മതി. അന്നത്തെ ഏറ്റവും വലിയ നമുക്ക് ഫുഡ് കിട്ടിയാൽ നമുക്ക് 3 നേരം കഴിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഇതിലാ ഞാൻ കല്യാണം സമ്മതിച്ചതന്നെ. എനിക്ക് നല്ല ഫുഡ് കഴിക്കാം, നല്ല ഡ്രസ്സ് ഇടാം. അന്ന് നമുക്ക് കല്യാണം കഴിച്ച് ഇനി ജീവിതം എങ്ങനെയാണെന്നുള്ളതിനെക്കാട്ടിൽ എൻ്റെ അന്നത്തെ ഇതിനെന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങാം. എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ ഒരു പായില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കീറി പറഞ്ഞൊരു പായ്ക്കകത്തായിരിക്കും ഞാൻ കിടന്നുറങ്ങുന്നത്. അപ്പം ഞാൻ എൻ്റെ കല്യാണത്തിന് ബാക്കിയുള്ളവർക്കുള്ള സങ്കല്പങ്ങളൊന്നും അല്ലായിരുന്നു. എനിക്ക് കല്യാണം കഴിച്ചാൽ എനിക്ക് നല്ല ഫുഡ് കഴിക്കാമല്ലോ, എനിക്ക് 3 നേരം ഫുഡ് കഴിക്കാം, നമ്മളെ എന്ന് പറഞ്ഞൊന്ന് സ്നേഹിക്കുക, നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരാള്, ഇതൊക്കെയായിരുന്നു എൻ്റെ. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും ഒരു കല്യാണം കഴിച്ച് ജീവിച്ചതാണ്. അതുപോലെ ഒരു പേടി ഉണ്ടായിരുന്നോ? പേടി എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എനിക്കറിയുന്നത് ഒരു ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമെന്ന്. അപ്പം എൻ്റെ അച്ഛൻ വെള്ളം അടിച്ചതിന് ഒരു കാരണം എൻ്റെ അമ്മയും കൂടെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഭർത്താവിനോട് ആ സ്നേഹം കൊടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ ഞാനും എൻ്റെ ചേട്ടനോട് നല്ല നമ്മൾ ഒരു ആളിനെ എങ്ങനെ സ്നേഹിക്കുന്ന അവരത് തിരിച്ച് നമുക്ക് തന്നിരിക്കും. അല്ലെങ്കിൽ അവർ വല്ല കൊലയാളിയോ അല്ലെ അതേപോലെ ഒരു ഇതുള്ളവരായിരിക്കണം. ഇതൊന്നുമില്ല. എൻ്റെ അച്ഛൻ നന്നായിട്ട് വെള്ളം അടിക്കും, പിന്നെ അമ്മയുടെ ഇടി ബഹളം, ഇത്രയേ ഉള്ളൂ. പക്ഷെ അയലത്തുകാർക്കോ നാട്ടുകാർക്കോ ഒന്നും ഒരു ശല്യമോ ഒന്നുമില്ല. എല്ലാവർക്കും ഞങ്ങളുടെ അച്ഛൻ ഒരു നല്ല ഒരാളാണ് വെളിയിൽ. അപ്പം നമുക്ക് ആ പുള്ളിയെ ഒന്ന് നേരെയാക്കാമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ നമുക്ക് മനസ്സിലായി നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ തിരിച്ച് നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുമെന്ന് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായി. അല്ല, പേടി ഉണ്ടായിരുന്നു ഇങ്ങനെ കല്യാണം ആലോചിക്കുമ്പോൾ അച്ഛനും അമ്മയെ പോലെ എന്നെ ഇടിക്കുവോ? കാരണം അമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ അത്രയും നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അറിയുള്ളത് ഇത് മാത്രമേ പേടി. ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങാനൊരു നല്ലൊരു ഇടം, നമുക്ക് വീട് നല്ലൊരു സുരക്ഷിതമായിട്ടൊരു വീട്ടിൽ കിടന്ന് ഉറങ്ങാം, ഇത്രയായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചതിനെക്കാട്ടിൽ ഒരുപാട് സ്നേഹവും ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. ആണ് ഇപ്പോഴും. കല്യാണം കഴിച്ച് ചെന്നപ്പം ഞാൻ ആ വീട്ടിൽ ഞാനും ചേട്ടനും മാത്രം. ചേട്ടൻ വീടും വസ്തുവും വാങ്ങിച്ചിട്ടിട്ടായിരുന്നു എന്നെ കല്യാണം കഴിച്ച്. അല്ല, നമ്മുടെ ഇവിടെ തന്നെ. നിങ്ങളിപ്പോൾ വന്ന പുള്ളിക്കണക്കെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ചേട്ടൻ ആദ്യം വീടും വസ്തുവും വാങ്ങിച്ചിട്ട്. അവിടോട്ട് ഞാൻ കല്യാണം കഴിച്ച് അന്ന് വീടിൻ്റെ പാല് കാച്ചും
ഞങ്ങളുടെ കല്യാണം ഒരു ദിവസമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ വീട്ടുകാരെല്ലാം തമിഴ്നാട്ടിലായതുകൊണ്ട് അവരെല്ലാം തിരിച്ചു പോയി. അന്ന് ഞങ്ങൾ രണ്ടുപേരും ആ വീട്ടിലായിരുന്നു താമസിച്ചത്. ഞങ്ങൾ ആ വീട്ടിൽ ഒരു 10 വർഷം താമസിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കായംകുളത്തോട്ട് മാറുന്നത്. ആ വീട്ടിൽ എൻ്റെ സുഖവും ദുഃഖവും എല്ലാം ഒരുപാട് അനുഭവിച്ചു. ഏറ്റവും ടോപ്പ് കല്യാണം കഴിച്ച് കൊണ്ടുപോയത് ഒത്തിരി വലിയ പൈസക്കാരൻ, നല്ല കൊലക്കച്ചവടം ആയിരുന്നു. എൻ്റെ ചേട്ടൻ വാഴക്കൊലയുടെ കടയായിരുന്നു. ആ കരുനാഗപ്പള്ളി പുതിയാവിലായിരുന്നു ചേട്ടൻ്റെ കൊലക്കച്ചവടം. അപ്പോൾ അവിടെ കൊലക്കച്ചവടം ഹോൾസെയിൽ കൊലക്കച്ചവടമായിട്ടിരിക്കുന്ന സമയത്ത് എന്നെ കല്യാണം കഴിച്ചത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അത് ഇതായി സ്റ്റോപ്പായി. എന്ന് വെച്ചാൽ നല്ല കടം കയറിപ്പോയി. ഒത്തിരി ആളുകൾ കടം നമ്മുടെ കയ്യിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ച് തന്നില്ല. അങ്ങനെ കുറച്ച് അങ്ങനെ ബുദ്ധിമുട്ട് കുറച്ചെന്നല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൽ നിന്ന് നമ്മൾ ഏറ്റവും നല്ലൊരു ഇത് വന്നിട്ട് വീണ്ടും നമ്മൾ ആ താഴെയോട്ട് പോവുക. പിന്നെ എനിക്ക് 3 കുഞ്ഞുങ്ങൾ പെട്ടെന്നായി. എന്നെ മൂത്ത മോനും രണ്ടാമത്തെ മോനും കൂടെ 1.5 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് 5 വയസ്സിൻ്റെ എളുപ്പമുണ്ട് ഇളയാണ്. അങ്ങനെ 3 ആമക്കളാണ്. പിന്നെ അത് ഒരുപാട് ബുദ്ധിമുട്ടി. അന്ന് അതിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ചുമ്മാതെ തയ്ക്കുമായിരുന്നു. തയ്ക്കുന്ന പറഞ്ഞാൽ തയ്യൽ പഠിച്ചല്ല, എന്നാലും അങ്ങനെ ആ തയ്ച്ച് നമ്മൾ അന്ന് ജീവിച്ച്. നമുക്ക് ഒന്നുമില്ലെന്നും പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടി എന്തെങ്കിലും ചെയ്ത് നമുക്ക് ജീവിക്കാമല്ലോ. അത് ഇന്നത്തെ ആളുകൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പകുതി ഇല്ല. എനിക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് ചേട്ടന് കടം കയറി നമുക്ക് ഒന്നുമില്ല. ചേട്ടന് തമിഴ്നാട്ടിൽ തിരിച്ചു പോയായിരുന്നു. അവിടെ നമുക്ക് കൃഷിയും കാര്യങ്ങളും ഉണ്ട്, എന്തെങ്കിലും ചെയ്യാൻ നോക്കിയപ്പോൾ കടക്കാരെ കൊണ്ട് വലിയ വീടും 4 വശവും മതിലും ഒക്കെ. പക്ഷെ ഡെയിലി കട മേടിച്ചവരും കൊടുക്കാനുള്ളവരും അങ്ങനെ വന്നുകൊണ്ടേ ഇരുന്ന്. അപ്പം നമുക്ക് ജീവിക്കാനൊന്നുമില്ല. അപ്പം ഞാൻ തയ്ച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്കൊക്കെ തുണി തയ്ച്ചു കൊടുത്തിട്ടാ ഞാനും എൻ്റെ മോനും എൻ്റെ അച്ഛൻ്റെ അമ്മയെ ഞാൻ ഇനി കൊണ്ടുപോകുന്നായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയായിട്ടാണ് തിരിച്ചു വന്നത്. അച്ഛൻ്റെ അമ്മ എൻ്റെ കൂടെ ഒരു 9 വർഷം നമ്മൾ പുള്ളിക്കണക്കിൽ താമസിച്ചായിരുന്നു. അതിനുശേഷം കായംകുളത്ത് എൻ്റെ ആങ്ങളെ വീടൊക്കെ വെച്ച് നല്ല ഇതായി. അവരിപ്പം നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ ആ രീതിയിലായപ്പോഴത്തേക്ക് ആങ്ങളെ നല്ല ഇതായി. ഇപ്പോൾ അച്ഛാമ്മ അങ്ങ് പോയി. അച്ഛാമ്മ ഇപ്പം നമ്മളെ വിട്ടു പോയിട്ട് ഒരു 2 വർഷമായതേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സങ്കടമുള്ള എൻ്റെ അച്ഛാമ്മ എൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് പറയാനെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി എന്നാലും എനിക്ക് എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. എത്ര ബുദ്ധിമുട്ടിയാലും എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരെ LKG മുതലേ ICSE പഠിപ്പിച്ച് അതിന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടണം. 3 മക്കളെ വളർത്തണം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ഞാൻ കെട്ടിയിട്ടാണ് വളർത്തുന്നത്. എൻ്റെ ഒരാളെ എന്ന് വെച്ചാൽ വലിയ വ്യത്യാസമില്ലല്ലോ. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വയ്ക്കും. ഇടി ബഹളം ആകുമ്പോഴത്തേക്ക് 3 എടുത്ത് കയ്യിൽ കെട്ടിയിടും, നോക്കാൻ ആളില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നിടം വരെ എൻ്റെ മക്കളെ കെട്ടിയിട്ടിട്ട് ഞാൻ വീട്ടിലെ ജോലി എല്ലാം ചെയ്തിട്ടാ പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ അതേപോലെ. അപ്പം നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. അതിനുശേഷം മക്കളിപ്പോൾ പഠിച്ച് എൻ്റെ മോന് MBBS പഠിക്കുന്നു, രണ്ടാമൻ എയറോനോട്ടിക് എഞ്ചിനീയറിങ്ങിന്, മൂന്നാമൻ ഇപ്പോൾ +2 എഴുതിയിട്ട് നിൽക്കുക. അവനും ഇപ്പം ചെന്നൈയിൽ ഒരു കോളേജിൽ അഡ്മിഷനെല്ലാം ശരിയായി. SRM എന്ന് പറയുന്ന കോളേജിൽ അവനൊരു ടെസ്റ്റ് എഴുതി, അങ്ങനെ മെറിറ്റിൽ അവന് അഡ്മിഷൻ കിട്ടി. അപ്പം എനിക്ക് പറയാം, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ +2 എഴുതി. ഞാൻ +2 പോലും പഠിക്കാതെ കല്യാണം കഴിച്ചത്. എന്നിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു, എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ നീ പഠിച്ചോന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞുങ്ങളൊരു പരുവായ അവരൊരു LKG ഒക്കെ ആയപ്പോഴേ ഞാൻ ആദ്യം എൻ്റെ ഒരു ധാരണ എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല, ഈ ലോകം വെളിയിലോട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യം ഒരു കമ്പ്യൂട്ടർ പഠിക്കാനും പോളിടെക്നിക്ക് ആ കോളേജിൽ പോയത്. അങ്ങനെ അവിടെ പോയി MS ഓഫീസ് എന്ന് പറയുന്ന അത് ഞാൻ ആദ്യം പഠിച്ച്. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, അയ്യോ ബിന്ദുവിന് നല്ല ഇതുണ്ട്, ബിന്ദു ടാലി അങ്ങനെ ഞാൻ ടാലി പഠിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈൻ പഠിച്ച്. അതിനുശേഷമാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചത്. അതിന് മുമ്പ് ഞാൻ +2 എഴുതിയെടുത്ത്. അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് പഠിച്ച് നമ്മുടെ ആയുർവേദ നേഴ്സിംഗ് പഠിച്ച്. അത് ഓൺലൈനായിരുന്നു കൊറോണ സമയത്ത്. അപ്പോൾ അത് ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിലിട്ടായിരുന്നു. അപ്പം നമ്മളെ കൊണ്ട് നമ്മളെന്തുവാ അപ്പം അതെല്ലാം എനിക്കിതെല്ലാം പ്രയോജനപ്പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടായിക്ക് ആക്സിഡൻറ്റ് പറ്റി. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടായിക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പം പിന്നെ എനിക്കൊന്നും അറിയത്തില്ല, എല്ലാം തകിടം മറിയും. നമ്മുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് നേരെ എനിക്ക് ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലോട്ട് വന്ന ഉടനെ ഞാൻ ഈ ചുമ്മാ പഠിച്ച ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ മക്കൾക്ക് എല്ലാം കൊടുത്തില്ലേലും ഒരു പരുവം നമ്മൾ ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റി. ആദ്യത്തെ കടം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ വീട് വിറ്റായിരുന്നോ കടം തീർക്കാൻ?
ആ വീടെന്ന് പറഞ്ഞാൽ നമുക്ക് വിൽക്കാനായിട്ട് തോന്നിയാൽ വിറ്റ് കഴിഞ്ഞാൽ ആ കടം തീരത്തില്ലായിരുന്നു, അത്രയ്ക്ക് കടമായിരുന്നു. അപ്പോൾ ആ കടം വന്നു കഴിഞ്ഞാൽ ഞാൻ ലക്ഷങ്ങളുടെ കടമായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരു ഞാൻ മൂത്ത മോനെ പ്രസവിച്ചിട്ട് ഒരു 28 കെട്ടിൻ്റെ അന്ന് ചേട്ടൻ പുതിയാവെന്ന് പറയുന്ന ആ കട ക്ലോസ് ചെയ്തായിരുന്നു. കടം കയറി ക്ലോസ് ചെയ്തിട്ട് ചേട്ടൻ അങ്ങ് തമിഴ്നാട്ടിൽ പോയി. എന്നിട്ട് പറഞ്ഞാൽ അവിടെ ചേട്ടൻ ഓഹരിയുണ്ട്, അത് വിറ്റിട്ട് വന്ന് നമുക്ക് കടങ്ങളെല്ലാം തീർക്കാമെന്നും പറഞ്ഞായിരുന്നു ചേട്ടൻ പോയത്. അപ്പോൾ അതവിടെ നടക്കാത്തത് കൊണ്ട് ചേട്ടൻ അവിടെ അങ്ങ് നിന്ന്. ഈ ഒരു പൊടിക്കുഞ്ഞ് ഞാനും എൻ്റെ അച്ചാമ്മയും മാത്രം വീട്ടിൽ. അതിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ പുതിയാവിൽ നിന്ന് ഒരാടെ കയ്യിൽ നിന്ന് ചേട്ടൻ 15,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളി നമ്മുടെ സ്ഥിരം ഏത്തക്കൊല വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പുള്ളി നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ളത് കൊണ്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു, ആ പുള്ളി പൈസ ചോദിച്ച് വരുവാണെങ്കിൽ നീ പറഞ്ഞുതരാം, ഇതെനിക്ക് നമുക്ക് തരാനുള്ള പൈസയ്ക്ക് ഞാനിപ്പോൾ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മൾ അനുഭവിച്ച്. ആ പുള്ളി ഒരു രാത്രി എണ്ണ വെള്ളം അടിച്ചിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വന്നേന്ന് വേറൊരാളുമായിട്ട് പൈസ താ നീ നിൻ്റെ ഭർത്താവ് എന്ന് വെച്ചാൽ നമ്മളെ കേൾക്കാൻ പാടില്ലാത്ത കുറേ ചീത്ത. അപ്പം 4 വർഷവും വീട്ടുകാരെല്ലാം എത്തി നോക്കുക. അപ്പോൾ അന്ന് ദിവസം തന്നെ ഒരു ബസ്സാണ് ആ റോഡിൻ്റെ വാതക്ക് വന്ന് കേടായിട്ട് അത് സൈഡിൽ കിടപ്പുണ്ട്. അതിനകത്ത് ആളുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇയാൾ നമ്മളെ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജനൽ തുറന്നിട്ട് പറഞ്ഞേ, നമ്മൾ ഗേറ്റ് പോലും തുറന്നില്ല, ഞാൻ ജനലിൽ കൂടെ പറഞ്ഞ് ഇതണക്ക് ചേട്ടായിക്ക് നിങ്ങൾ പൈസ കൊടുക്കാനുണ്ടല്ലോ, ആ പൈസയ്ക്കകത്ത് ഇതങ്ങ് കുറവ് ചെയ്തേരെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് ചീത്ത വിളിച്ച്. അപ്പം എനിക്ക് ഈ പൊടിക്കുഞ്ഞിനെ വെച്ചിട്ട് എനിക്ക് കരയാനല്ല, നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ആ ബസ്സിൽ ഒരു ക്ലീനർ ഉണ്ടായിരുന്നു, ഇത് കേടായി കിടക്കുമല്ലായിരുന്നു. ആ പുള്ളി ഇറങ്ങി വന്നിട്ട് ഇയാളെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞ്, എടോ നിങ്ങൾ എന്തൊരു മനുഷ്യൻ, ആ പെണ്ണോ എന്തും വേണ്ടി ചീത്ത വിളിച്ചിട്ട് എന്തെങ്കിലും പ്രതികരിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് തെള്ളിയിട്ട് ഒരടി കൊടുത്തും തോന്നുന്നു, അടിച്ചു വിട്ട്. അപ്പം ഞാൻ എൻ്റെ ദേഷ്യവും എനിക്ക് വിഷമവും എനിക്ക് ആരും ചോദിക്കാനില്ലല്ലോ. അപ്പം നമ്മുടെ ആ വിഷമമില്ലേ, നമ്മൾ ഒരിക്കലും ആരെങ്കിലും പൈസ വാങ്ങിച്ച് അവരെന്നെ വിളിച്ച് ചീത്തയെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണുങ്ങൾ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചീത്തയാണ് വിളിച്ചത്. നീ നിന്റെ ഭർത്താവോട് സുഖിച്ചില്ലോടി എൻ്റെ പൈസ, ആകെ ഒരു 15,000 രൂപയ്ക്ക് വേണ്ടി എന്നെ. അപ്പം നമ്മൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടി. ഒരു ഗ്ലാസ് അരി വാങ്ങിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കുഞ്ഞിന് പാല് കൊടുക്കും. കുഞ്ഞ് ചെറുതല്ലേ, 2 മാസമല്ലേ ആയുള്ളൂ. അതിന് പാല് കൊടുക്കും. ഞാനും എൻ്റെ അച്ഛൻ്റെ അമ്മയും കൂടെ പട്ടിണി കിടക്കും. അതിനുശേഷം പിന്നെ എങ്ങനെ ഈ കടം വിട്ടു? ചേച്ചി തയ്ച്ചു? ഇല്ല, അങ്ങനെ അല്ല. അപ്പൊ ഞാൻ എൻ്റെ ചേട്ടായിടൊക്കെ പറഞ്ഞ്, ചേട്ടൻ അന്ന് മുതലാളി കൊലക്കച്ചവടം. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞ്, ചേട്ടാ എനിക്ക് മുതലാളി ആയിരിക്കുന്ന ആ ഭർത്താവിനെക്കാട്ടിൽ എനിക്ക് ഇഷ്ടം ചേട്ടൻ ഏതെങ്കിലും ഒരു കടയിൽ പോയി ജോലി ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ അത് വേറെ ആടോടോ വാച്ചൊക്കെ കെട്ടി ഭയങ്കര സ്റ്റൈലിൽ നടന്ന ആള്. അപ്പോൾ എന്നോട് പറഞ്ഞ്, നിനക്ക് സമ്മതമാണോ? അപ്പം അതിനും മുമ്പ് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്യും, നാട്ടിലെല്ലാം അറിയുന്ന വലിയ പൈസക്കാരൻ കല്യാണം കഴിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്നാൽ അവർക്ക് ഒരു കുഴപ്പമില്ല, വീട്ടിൽ ഒന്നും ഇതില്ല. അപ്പം എന്നോട് പറഞ്ഞ്, നിനക്ക് വിഷമമൊന്നുമില്ല? ഞാൻ പറഞ്ഞു, എനിക്കൊരു വിഷമമില്ല, നമുക്ക് എങ്ങനെയായാലും ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞു, ചേട്ടൻ അങ്ങനെ വിഷമമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കുഞ്ഞിനെയും കൊന്നിട്ട് നമുക്ക് 2 പേർക്കും അങ്ങ് മരിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, എടീ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം നോക്കിയാൽ നിനക്കത് ഞാൻ ഏത് ജോലി വേണേലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടന് അവിടുന്ന് ഒരു കൊലക്കടയിൽ കച്ചവടം വേറൊരു കായംകുളത്ത് ആ ഒരു കൊലക്കടയിൽ കൊല ചുമക്കാനായിട്ട് വന്നു. അങ്ങനെ ചേട്ടന് കൊല ചുമക്കുമ്പം അന്ന് 100 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ 20 രൂപ അവർ കാപ്പി കുടിക്കാൻ കൊടുക്കും, 20 രൂപ. അപ്പോൾ ആ 20 രൂപ ചേട്ടൻ അതിന് കാപ്പി കുടിക്കാതെ ആ 20 രൂപ എൻ്റെ കൊണ്ടു തരും. ഈ 100 രൂപയ്ക്ക് ഞങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് 5000 രൂപ പലിശയ്ക്ക് എടുത്തിട്ട് ഈ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാനുള്ള 5000 രൂപ കൊടുക്കും. ഈ 100 രൂപ ഡെയിലി പിരിവായിട്ട് അങ്ങ് കൊടുക്കും. അപ്പോൾ 20 രൂപ വെച്ച് വേണം ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആരോടും കൈനീട്ടും ആരുടെയും പരാതി പറയുക ചെയ്തില്ല. എനിക്ക് നല്ല ഡ്രസ്സുണ്ട്, ഇപ്പോൾ വീട്ടിലോട്ടോ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നല്ല ചുരിദാറും ഒക്കെ ഇട്ട് റെഡിയായി. വീട്ടിൽ ഇങ്ങനെ കഞ്ഞി വെക്കുന്നില്ല, അല്ലെ കുഞ്ഞിനൊരു ഗ്ലാസ് പാല് മേടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ ആരുടെയൊക്കെയും കരഞ്ഞിട്ടില്ല. എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ആരോടും കരയത്തില്ല. നമുക്ക് അതിന് തൻ്റെ ഇടം ഉണ്ട്, നമുക്ക് കുഴപ്പമില്ല. അതിനപ്പുറത്തും ജീവിച്ച് വന്നതുകൊണ്ടായിരിക്കും, എനിക്ക് ഒന്നുമില്ലാതെ ജീവിച്ച് വന്നുകൊണ്ടായിരിക്കും ഇത്ര എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ എനിക്ക് എപ്പോഴും എനിക്കൊരു താങ്ങായിരുന്നു. ഞാൻ എൻ്റെ ചേട്ടനോട്ട് ഒന്ന് ചെറുതായിട്ട് പിണങ്ങിയാലും എന്നോട് പറയാം, മോളെ പിണങ്ങരുത്, നീ ഇണങ്ങണം, നീ അവനോട് അങ്ങനെ പറയാം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞു തന്നതെല്ലാമാണ് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് എല്ലാം. എന്നാൽ ഞാൻ അച്ഛമ്മയായിട്ട് നന്നായിട്ട് വഴക്കിടും, എപ്പോഴും വഴക്കിടുകയും ഒക്കെ ചെയ്യും. എന്നാലും എൻ്റെ അച്ഛൻ്റെ അമ്മയാ. ഒരാൾ വിചാരിച്ചാൽ എൻ്റെ സ്വഭാവം ഇന്ന് ഈ രീതിയിലാകണമെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യണം. നമുക്ക് ഒരാളോട് നല്ലോണം സംസാരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ് എനിക്കറിയുന്നത്. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അമ്മയും നല്ലതായിരിക്കും, പക്ഷെ അത് ഞാൻ അറിഞ്ഞിട്ടില്ല.
അങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെ പോകും. അമ്മയൊക്കെ കല്യാണത്തിന് ഉണ്ടായിരുന്നോ? അമ്മ എല്ലാവരും, അച്ഛനില്ല, അമ്മയും ആങ്ങളെയായിരുന്നു. എൻ്റെ ആങ്ങളെ എൻ്റെ കല്യാണത്തിന് ഒരുപാട്, അന്ന് അവൻ ചെറിയ പയ്യനെ, എൻ്റെ ഇളയതല്ലേ, എന്നെക്കായി 2 വയസ്സിനേളോ. അപ്പോൾ അന്ന് അവനൊരു കല്യാണം നടത്തി. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് 25 പവനും 1 ലക്ഷം രൂപയും തന്നായിരുന്നു. അങ്ങനെ ആ കല്യാണം നടത്തിയത്. അന്ന് സ്ത്രീധനമൊന്നും ചോദിച്ചില്ല, എന്നാലും നമുക്ക് 1 ലക്ഷം രൂപ 25 പവനും തന്ന കല്യാണം. അന്നത്തെ കാലത്ത് 24 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം അവനിന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. എൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ച് അവൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവരോട് എല്ലാവർക്കും എനിക്ക് സ്നേഹമേ ഉള്ളൂ, അല്ലാതെ വേറെ അവരോട് എന്നുവെച്ചാൽ അമ്മ ആയിരിക്കണം നമ്മളെ എല്ലാവരെയും കൂടെ, നമ്മുടെ മക്കളെ എല്ലാവരും ഒരുമിക്കണമെങ്കിൽ അമ്മ വിചാരിക്കണം അത് നിന്റെ അനിയത്തി അല്ലെങ്കിൽ നിന്റെ ചേട്ടത്തിയ എന്ന് പറഞ്ഞു. അങ്ങനെ പറയാത്തതിൻ്റെ ആയിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ 25 പാവം പിന്നെ എങ്ങനെ ഒപ്പിച്ചു? എൻ്റെ അച്ഛൻ്റെ അമ്മ കയറ് വിരിക്കാൻ പോകും. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ 10ാം ക്ലാസ് 16 വയസ്സിൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അവിടെ ഇങ്ങനെ ഈ കയറ് പിരിക്കുന്നിടത്ത് ഇങ്ങനെ വണ്ടി കറക്കി കൊടുക്കുന്ന ഒരു ജോലിയുണ്ട്. ആ 10ാം ക്ലാസ് ജയിച്ചതിൻ്റെ പിറ്റേന്ന് മുതൽ ഞാൻ ജോലിക്ക് പോകും. പിന്നെ ഞാൻ തയ്ക്കും, വീട്ടിലിരുന്ന് തയ്ക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ച്, അന്ന് സ്വർണ്ണത്തിനൊക്കെ വില കുറവല്ലേ, അങ്ങനെ സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ച് നേരത്തെ വെച്ചിരുന്ന് പിന്നെ കല്യാണത്തിൻ്റെ അന്ന് ടീ പാർട്ടി നടത്തില്ല, അതെല്ലാം കൂടെ കിട്ടി. അങ്ങനെ 1 ലക്ഷം രൂപയും നമ്മൾ ഒന്നും കളഞ്ഞിട്ടില്ല, ഡ്രസ്സ് വാങ്ങിക്കുകയോ അങ്ങനെ ഒന്നും കളഞ്ഞിട്ടില്ല. അപ്പം അന്ന് നമുക്ക് അത് ഏറ്റവും വലിയ ഒരു ഇതായിരുന്നു. നമ്മൾ ചിലവാക്കാതെ വെച്ച് അങ്ങനെ 1 ലക്ഷം രൂപ 25 പവനും തന്നായിരുന്നു കല്യാണം കഴിച്ച്. പിന്നീട് നിങ്ങൾ അതൊക്കെ തരണം ചെയ്ത് മറ്റേ ഈ പറയുന്ന കടങ്ങളൊക്കെ ചേട്ടനെ ഇങ്ങനെ കൊലക്കടയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ നമുക്ക് തമിഴ്നാട്ടിൽ ഓഹരി ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് കൃഷി ചെയ്ത് നോക്കിയാലോ, അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുമോ, അന്നേരം ചേട്ടൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങി. പിന്നെ ഓരോരുത്തർക്ക് കൊല എടുത്തു കൊടുക്കാനായിട്ട് പോകും. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ എല്ലാം ഷെയർ ചെയ്ത് എന്തോ വന്നാലും നമുക്ക് പിടിച്ച് നിൽക്കണം എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് അനുഭവിച്ച്, അത് നമ്മൾ വേറൊരാടിക്കാൻ നമ്മൾ പറയുന്നില്ല. നമ്മൾ വീടിനകത്ത് കണ്ട വലിയ വീടാണ്, അതുകൊണ്ട് ആരും അറിയുന്നില്ലല്ലോ വീടിനകത്ത് നടക്കുന്ന എന്തുവാന്ന് അറിയുന്നില്ലല്ലോ. അങ്ങനെ അത് രീതിയിൽ പിന്നെ കുറച്ച് നമ്മൾ മെച്ചപ്പെട്ട് വന്ന്. പിന്നെ ഈ ആക്സിഡൻറ്റ് പറ്റി ഇപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. എൻ്റെ മക്കൾ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പിള്ളേരുടെ വിദ്യാഭ്യാസം ഇപ്പം നിന്ന് പോകുമോയെന്ന് എനിക്കിപ്പോൾ എന്നാലും ഞാൻ പിടിച്ച് നിൽക്കുമോ. എനിക്ക് നമുക്ക് പൈസ ഉള്ള സമയത്ത് നമ്മളൊരു ഇച്ചിരി വസ്തു വാങ്ങിച്ചിട്ടായിരുന്നു, അതൊന്ന് വിൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അതൊന്ന് വിറ്റാൽ പിള്ളേർക്ക്. ചേട്ടനാന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിന്നപ്പോൾ ഒരു കാറ് വന്ന് ഇടിച്ചായിരുന്നു. കാറ് വന്ന് ഇടിച്ചപ്പോൾ ചേട്ടന് മുകളിലോട്ട് പൊങ്ങിപ്പോയി, ഒരുപാട് പൊക്കത്തിൽ പോയിട്ട് താഴെ തലയടിച്ച് വന്ന് വീണു. അങ്ങനെ ചേട്ടന് ഈ ഒരു സൈഡ് ഇങ്ങനെ അങ്ങ് ഓടിപ്പോയായിരുന്നു. തലച്ചോറിലോട്ടുള്ള ഒരു വെയിൻ കട്ടായി. അങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടും നമുക്ക് ഫുഡ് കഴിക്കാനും ഒരു പൊടി കുഞ്ഞിനെ കൂട്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഞാൻ കുളിപ്പിച്ച് കുറുക്ക് വാരി കൊടുത്ത് പിന്നെ അത് ഇച്ചിരി ചോറുടച്ച് കൊടുത്ത് ഒരു പൊടി കുഞ്ഞിനെ നമ്മൾ എങ്ങനെ കൊണ്ടുവരും. അതിൻ്റെ ഇടയ്ക്ക് 2-3 ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതായിപ്പോയി. മക്കൾക്ക് അവർക്ക് ഫീസ് അടച്ചില്ല, അവരുടെ പരീക്ഷ 1 വർഷം നഷ്ടപ്പെട്ടു പോകത്തില്ലേ. അങ്ങനെ ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാങ്ങിച്ച് എൻ്റെ ചേട്ടായി ഞാനും കൂടെ ഇപ്പം ചേട്ടനെ ഒരു ബെറ്ററായി വരുന്നുണ്ട്. ഇപ്പം കൊലയെടുക്കാനായിട്ട് ആദ്യമായിട്ട് ഈ കഴിഞ്ഞ 1 മാസം പോയി ബെറ്ററായിട്ട് വന്ന് എൻ്റെ ചേട്ടായി സംസാരിക്കാൻ എല്ലാം നല്ല ഇതായി. മൂത്ത മോനെ MBBS പഠിക്കുന്നു. അവൻ ജോർജിയയില്, രണ്ടാമൻ ബാംഗ്ലൂരില്. അപ്പൊ ഇവർക്കുള്ള ഫീസും കാര്യങ്ങളും അടയ്ക്കാൻ ഇപ്പം പാടാ. ഞാൻ അത് ഇപ്പം ചേച്ചി പറ്റാനത്ത് ഇങ്ങനെ ബ്യൂട്ടി പാർലർ ഇട്ടിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ആരെയും പരിചയമില്ലാതെ വന്ന് പാർലർ ഇട്ട, പക്ഷെ എല്ലാവർക്കും നമ്മളോട് നല്ല സ്നേഹവും കാര്യമൊക്കെ, കുഴപ്പമില്ലാതെ പോകുന്നു. നേരത്തെ ഞാൻ ഇതിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാതെ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് വന്നിട്ട് പഠിച്ച. അപ്പൊ ഇപ്പൊ എനിക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ട്. ഒരറിവും ചെറുതല്ല. നമ്മൾ ആർക്കും നമ്മളെ വിട്ടുകൊടു എന്ന് വെച്ചാൽ നമ്മൾ ശ്രമിക്കണം. നമ്മളെ കൊണ്ട് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാം ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുന്നുള്ള ഞാൻ ഒരുപാട് എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും അറിയാൻ വയ്യാതെ ഒന്നുമില്ലാതെ നമ്മൾ ഇത്രയായി ഇനിയുള്ള പെൺപിള്ളേരെല്ലാം എനിക്ക് ഒന്നുമില്ല, ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, എനിക്കത് കേൾക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ വീട്ടിലൂണ് തുടങ്ങി. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ ഈ കുടുംബശ്രീ പെണ്ണുങ്ങൾ കുറച്ച് വീട്ടിലൂണ് തുടങ്ങിയിട്ട് അവിടെ വിട്ടിട്ട് അവർ വഴക്കിട്ടിട്ടങ്ങ് പോയി. അപ്പം ഞാൻ അതെടുത്ത് നടത്തി. എന്തൊരു ലാഭമാണെന്നറിയാവോ, നമ്മൾ ഒരു ഊണ് 50 രൂപയ്ക്ക് കൊടുത്താലും നല്ല ലാഭമാണ്. ഞാൻ 2 സ്ത്രീകളെ അവിടെ ജോലിക്ക് നിർത്തിയിട്ട് എല്ലാ സാധനം നമുക്ക് എന്തുമായാലും എങ്ങനെയായാലും ഒരു ഡെയിലി 2000 രൂപ നമ്മുടെ കയ്യിലിരിക്കും. അപ്പം നമുക്ക് ജീവിച്ചുകൂടായോ? നന്നായിട്ട് കഷ്ടപ്പെടണം, നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടണം. ഞാൻ അങ്ങനെ നോക്കി, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ആരുടെയും മുമ്പിൽ വെറുതെ പോയിട്ട് എനിക്ക് താന്ന് പറയുന്നതിനേക്കായി നല്ല നമുക്ക് കഷ്ടപ്പെടാം.
ഞാൻ എന്നിട്ട് വീട്ടിൽ സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ മീൻ കച്ചവടം മീൻ വിൽക്കാൻ വരുന്നില്ല. ആ ചേച്ചിയുടെ കയ്യിൽ ഒരു 10 പാക്കറ്റ് കൊടുക്കും. ചേച്ചി നിങ്ങൾ പോകുന്ന വീടുകളിൽ കൊടുക്കും, ചേച്ചി ഇത്ര രൂപയ്ക്ക് വിറ്റോ, എനിക്ക് ഇത്ര രൂപ തന്നാൽ മതി. അങ്ങനെയും കൊടുത്തു വിട്ട്. അപ്പോൾ ആ ചേച്ചി ഒരു ലാഭം എടുത്തിട്ട് എനിക്ക് അതിൻ്റെ ബാലൻസ് 10 എണ്ണം വെച്ച് പോകുമ്പോൾ, അപ്പം നമ്മളെല്ലാ പെണ്ണുങ്ങളും എന്ന് വെച്ചാൽ ഇപ്പോൾ സ്ത്രീകളുടെ മാത്രം കാര്യം പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ആരുടെ അടിക്കും കൈ നീട്ടേണ്ടി വരത്തില്ല. നമുക്ക് ചെയ്യാമല്ലോ, നമുക്ക് ചെറുത് തുടങ്ങാം, എന്ത് വേണേലും ചെയ്യാം. പിന്നെ ചെയ്യാനുള്ള മനസ്സ് വേണം. ഏത് ജോലി ചെയ്താലും അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്, മാന്യമായിട്ട് ചെയ്യണം. ഇപ്പം ഞാനൊരു ബ്യൂട്ടി പാർലർ തുടങ്ങും. ഈ ബ്യൂട്ടീഷ്യനെ പറ്റി പണ്ട് മുതലേ ഒരിതുണ്ട്. പക്ഷെ നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടേക്ക് ആരും ഒന്നിനും വരത്തില്ല. എല്ലാ ജോലിക്കും അതിൻ്റേത് അത് നല്ല. പിന്നെ ചെയ്യുന്ന ജോലിയോടൊരു ആത്മാർത്ഥത വേണം. നമ്മൾ ഒരാളെ ദ്രോഹിക്കരുത്. നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കിന്നോ ഹെയറോ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അപ്പം നമ്മുടെ കൊണ്ടുവരുന്ന 100% ഒരു സത്യസന്ധതമായിട്ട് അതിനകത്ത് പെരുമാറണം. എന്നാൽ നമ്മൾ വിജയിക്കും. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സത്യസന്ധത ഏറ്റവും വലുത്. ഒന്നും അറിയാത്ത ഞാൻ ഇത്ര എത്തിയില്ല, ഇത്രയും പറഞ്ഞാൽ ഒരുപാട് എത്തിയില്ല, എന്നാലും കുഴപ്പമില്ല. അല്ല ചേച്ചി, ഞാൻ പറഞ്ഞല്ലേ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഭക്ഷണം കഴിക്കാനും അതിനു വേണ്ടിയാ കല്യാണം കഴിച്ചേ. അല്ല അതൊരു വലിയ പദാച്ചി. നമ്മൾ അത്രേ വിചാരിച്ചുള്ളൂ, സമാധാനത്തോടെ കിടന്നുറങ്ങാന് ഭക്ഷണം കഴിക്കുക. അതായത് നമ്മളെല്ലാവരും, ഇപ്പൊ ഞാനാണെങ്കിലും ഇത്രയും ദൂരം പണിയെടുക്കുന്ന എനിക്ക് 3 നേരം കഴിക്കാനാണ്. ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണം. നമ്മൾ അൾട്ടിമേറ്റ് നമ്മുടെ ഫുഡാണ് സത്യം, അല്ലെങ്കിൽ ശ്വാസം പോകുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ വെജിറ്റേറിയന്. ഞാൻ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കള് അവര് നല്ലോണം ഫുഡ്, മീൻ കഴിക്കത്തില്ല, അതായത് ചിക്കനൊക്കെ കഴിക്കാം. അപ്പം അവര് കഴിക്കാത്ത ഒന്നും നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് നേരത്തെ പോലും മീൻ ഇറച്ചിയൊന്നും കഴിക്കുന്നില്ല. എന്നാലും ഇപ്പോഴും ഞാൻ കഞ്ഞിയും പയറും കഴിക്കുന്നത്. എനിക്ക് എൻ്റെ മക്കളില്ലാതെ കഴിക്കാൻ എനിക്ക് വിഷമമാണ്. എൻ്റെ മോന് ഇഷ്ടമുള്ളത് കാണുമ്പം എൻ്റെ മൂത്ത മോൻ, നമുക്ക് മൂത്ത പിള്ളേർ ഇഷ്ടം, അമ്മ അതെനിക്ക് ഇഷ്ടം ഇത്. അപ്പം നമ്മളത് കേട്ടിട്ട് എനിക്ക് ആ ഫുഡ് കാണുമ്പോഴത്തേക്ക് എനിക്ക് നെഞ്ചങ്ങ് വിഷമം വരും. എൻ്റെ മക്കൾ നല്ല മക്കളാണ്. നല്ലെന്ന് നമുക്ക് നല്ല വെളിയിലുള്ള അവർ വേറെ ഒന്നിനും പോകുന്നില്ല, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അങ്ങനെയൊക്കെ നമ്മളോടൊരു അനുഗ്രഹം കാണിച്ചിട്ടുണ്ട്. അല്ല, നമ്മുടെ വിഷമം അറിഞ്ഞു വളർന്ന മക്കളാണ്. മക്കള് അന്ന് അവര് നല്ല ലാവിഷായിട്ട് വളർന്ന മക്കളാ. ചേട്ടന് പൈസ ഉള്ള സമയത്ത് നല്ല രീതിയിൽ നമ്മൾ ആദ്യം ഒരു കടം കയറി കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് ഉയർന്നു വന്നായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, പൈസ ഉള്ള സമയത്ത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇച്ചിരി സ്വരൂപിച്ച് വെച്ചിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നീട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. നമ്മൾ ഒരുപാടില്ലെങ്കിലും കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർ നന്നായിട്ട് സംസാരിക്കണം, അവർക്ക് എല്ലാ ഭാഷ എനിക്ക് എൻ്റെ മക്കൾ നല്ല രീതിയിൽ വരണം. അല്ലെങ്കിൽ നമുക്ക് ആ പിള്ളേരെ വളർത്തിയെടുത്തിട്ട് കുഴപ്പമില്ല, ഇതാവത്തില്ലല്ലോ. കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളരണം. നമ്മുടെ അവരിനി വളർന്നു വന്ന് നമുക്കൊന്നും തന്നില്ലേലും എനിക്ക് വിഷമമൊന്നുമില്ല. അവര് നല്ലതായിട്ട് വളർന്നാൽ മതി. നമുക്കുള്ളത് നമുക്ക് കണ്ടെത്താവില്ലേ, ഇനിയും കിടക്കില്ലേ. അത്രേ ഉള്ളൂ ചേച്ചി. സത്യസന്ധമായി ചെയ്യുന്ന ജോലിയിൽ ഞാൻ എപ്പോഴും പറഞ്ഞ വെള്ളം ചേർക്കരുത്. കാരണം നമുക്ക് തന്നെ അന്നം തരുന്നത്, അന്നം അല്ലെങ്കിൽ നമ്മളെ ഐഡന്റിറ്റി, നമ്മളെ ഇവിടെ സമൂഹം അടയാളപ്പെടുത്തുന്നത് അത് വെച്ചിട്ടാണ്. ഞാൻ എന്ത് ജോലി ചെയ്തു അതിൽ ഞാൻ വെള്ളം ചേർക്കാം, ഇന്ന് ഇങ്ങനെ ആവട്ടെ, നാളെ നമുക്ക് നടക്കില്ല. ഇത് നേർമ ഉണ്ടെങ്കിൽ ഉയർച്ചയും താഴ്ചയും വന്നാലും നമ്മള് പിടിച്ചു നിൽക്കും. എത്ര ഇതാണല്ലോ മറ്റേ വെള്ളത്തിൽ പൊങ്ങി കിടക്കും നമ്മള്. എന്തായാലും ചേച്ചി സംസാരിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഹാപ്പി ആയിട്ടിരിക്കും. ചിരി ഇങ്ങനെ എന്നും ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു.